ചേർത്തല പള്ളിപ്പുറം കൊലപാതക പരമ്പരയിൽ തെളിവെടുപ്പ് തുടരുന്നു. സെബാസ്റ്റ്യന്റെ വീടിന് പുറകുവശത്ത് നടത്തിയ പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്തിയതായി സൂചന. വീടിന് പിന്നിലെ കുഴികളിൽ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. മണ്ണുമാന്തി യന്ത്രമടക്കം എത്തിച്ചാണ് പരിശോധന നടക്കുന്നത്. നിലവിൽ 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാലുണ്ട്. സുധീഷ്, ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? മറ്റ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ദൃശ്യ ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. ഇപ്പോൾ JCB ഉപയോഗിച്ച് നേരത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് സമീപത്ത് തന്നെ കുഴിയെടുത്ത് പരിശോധിക്കുകയാണ്. ആ മണ്ണ് പരിശോധിക്കുമ്പോഴാണ് 2 ചെറിയ അസ്ഥി കഷ്ണങ്ങൾ കൂടി ലഭിച്ചത്. ഇത് നേരത്തെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. അത് ഒരേ ആളുടെ തന്നെ ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തു തന്നെയായാലും ഈ പറമ്പിൽ നിന്ന്, സെബാസ്റ്റ്യന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിപ്പുറത്തെ വീടിനോട് ചേർന്ന പറമ്പിൽ നിന്നുമാണ് ഇപ്പോൾ വീണ്ടും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ദുരൂഹത ഏറുകയാണ്. 4 സ്ത്രീകളുടെ കാണാതായതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം ഉണ്ടായത്. അതിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒടുവിലാണ് ഇവിടെ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ അത് ജൈനമ്മയുടേത് തന്നെയെന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനു പുറമെ തിരോധാന കേസ് സംശയത്തിന് നിൽക്കുന്ന ബിന്ദു പത്മനാഭൻ, അതോടൊപ്പം തന്നെ ആയിഷ, സിന്ധു എന്നിവരുടെ DNA പരിശോധനാ ഫലം കൂടി വന്നെങ്കിൽ മാത്രമേ ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തുതന്നെയായാലും ഈ വീടിനകം അടക്കം പരിശോധിക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് സംഘം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പരിശോധനയെങ്കിലും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റും ണ്ട്. ഇതിനുശേഷം സെബാസ്റ്റ്യനെ കോട്ടയം ക്രൈംബ്രാഞ്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതിനു ശേഷം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഇവിടെ വീട് അടക്കം പരിശോധിക്കാനും തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി RDOയുടെ അനുമതി വീട് പരിശോധിക്കുന്നതിന് നേടിയിട്ടുണ്ട്. ഇതിനായി അത്യാധുനിക സംവിധാനത്തുള്ള റഡാർ സംവിധാനം കൊണ്ടുവന്ന് ഉള്ള പരിശോധനകൾ നടത്തും. അതിൽ ഭൂമിക്ക് അടിയിലുള്ള അസ്ഥി കഷ്ണങ്ങൾ, ഇത്തരം ശരീരഭാഗങ്ങൾ അതിന് തിരിച്ചറിയാനാവും. അങ്ങനെ കണ്ടെത്തിയാൽ ആ ഭാഗം കൃത്യമായും തുറന്ന് പരിശോധിക്കുന്നതിനുള്ള ഒരു നീക്കമാവും നടത്തുക. അപ്പോൾ അങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോൾ വീടിനകത്തെ ദുരൂഹത ഉണർത്തുന്ന ഒരു ഗ്രാനൈറ്റ് ഇട്ട മുറിയുണ്ട്. ആ ഭാഗം മാത്രം ഗ്രാനൈറ്റ് ഇടാനുണ്ടായ സാഹചര്യം അടക്കം സംശയം ജനിപ്പിക്കുന്നതാണ്. ആ കാര്യങ്ങളടക്കം പരിശോധിക്കും. ഇന്ന് ഏതാണ്ട് 12:45 സെബാസ്റ്റ്യനെ ഇവിടെ വീട്ടിലെത്തിച്ചത്. അതിനുശേഷമാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. തെളിവെടുപ്പ് എത്ര മണിവരെ നീളും എന്നതിൽ വ്യക്തതയില്ല. ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. JCB ഉപയോഗിച്ച് മാന്തിയെടുക്കുന്ന മണ്ണ് പോലീസ് പരിശോധിക്കുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഈ രീതിയിൽ ആ ഭാഗം പരിശോധിക്കും. അതിനുശേഷം കുളം വറ്റിച്ചടക്കം പരിശോധന നടത്താനുള്ള ഒരു തീരുമാനമാണ് അന്വേഷണ സംഘത്തിനുള്ളതും. ദേവിക, സുധീഷ് ഗോപാലാണ് ചേർത്തലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 4 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ചേർത്തല പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഴികളിൽ നിന്ന് പരിശോധന നടത്തിയപ്പോൾ കുഴിയിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്.